കുറച്ച് പേരേ ഉള്ളൂ അല്ലേ? അപ്പം നമുക്ക് തുടങ്ങാം. ഇന്ന് നമ്മൾ കുറച്ച് ലീഗൽ മാക്സിംസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓഡിയോ ക്ലിയർ അല്ലേ? ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യോ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് തുടങ്ങാം. ഇന്ന് കുറച്ച് രസകരമായിരിക്കും നമ്മുടെ ക്ലാസ്. കാരണം വളരെ നാവ് കുഴപ്പിക്കുന്ന കുറച്ച് സംഭവങ്ങളാണ് എന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ആക്ടസ് നോൺ ഫാസിട്രിയം നിസി മെൻസെട്രിയ എവിടെയെങ്കിലും കേട്ട് പരിചയമുണ്ടോ? നിങ്ങൾ ക്രിമിനൽ ലയബിലിറ്റിയുടെ ബേസിക് പ്രിൻസിപ്പിൾ ആണല്ലേ? അല്ലേ? ആർക്കും കേട്ട് പരിചയമില്ലേ? ആക്ടസ് നോൺ ഫാസിട്രിയം നിസി മെൻസെട്രിയ. റെസ്പോണ്ട് ചെയ്യൂ. ഒരു തംസപ്പെങ്കിലും. ഓക്കെ. അപ്പൊ ആക്ടസ് നോൺ ഫാസിട്രിയം നിസി മെൻസെട്രിയ അതിന്റെ മീനിങ് എന്തായിരിക്കും? ആക്ട് ഡസ് നോട്ട് മേക്ക് എ പേഴ്സൺ ഗിൽറ്റി അൺലെസ് ഇറ്റ് ഇസ് ഡൺ വിത്ത് എ ഗിൽറ്റി മൈൻഡ്. അല്ലേ? നമ്മുടെ മൈൻഡ് കൂടി ഗിൽറ്റി ആണെങ്കിലേ അതിനെ നമ്മൾ ക്രൈം എന്ന് പറയുള്ളൂ. അവിടെ നമുക്ക് ഒരു ക്രിമിനൽ ലയബിലിറ്റി വരുള്ളൂ. അപ്പൊ ഇതിന്റെ ആൻസർ എന്തായിരിക്കും? ആക്ട് alone is sufficient for liability. Intention alone is sufficient. Both act and guilty mind are required. Only negligence is required. ആൻസർ ഓപ്ഷൻ സി ആണ്. ബോത്ത് ആക്ട് ആൻഡ് ഗിൽറ്റി മൈൻഡ് ആർ റിക്വയർഡ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എവിടെയെങ്കിലും കണ്ടു പരിചയമുണ്ടോ? നെമോ ഡെറ്റ് ഗോഡ് നോൺ ഹാബിറ്റ്. ഇതിന്റെ അർത്ഥം ഒന്ന് നോട്ട് ചെയ്തോളൂ കേട്ടോ. നോ വൺ ക്യാൻ ട്രാൻസ്ഫർ വാട്ട് ദേ ഡു നോട്ട് ഹാവ്. നമ്മൾ ഓൺ ചെയ്യാത്ത കാര്യം നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു അധികാരവും ഇല്ല എന്നാണ് ഇതിന്റെ അർത്ഥം. അവ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഈ ക്ലാസ്സിൽ എന്തായാലും ഒരു പെന്നും പേപ്പറും പിടിച്ചിരിക്കണം കേട്ടോ, അല്ലാതെ ഒന്നും മനസ്സിലാവില്ല. അടുത്തത്, ഇതിന്റെ ഉത്തരം അറിയില്ലെങ്കിൽ ഞാൻ പഠിപ്പിച്ച സംഭവത്തിന്റെ ആണ്. ഇതിന്റെ ഉത്തരം അറിയില്ലെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. വോളണ്ടറി നോൺ ഫിറ്റ് ഇഞ്ചുറി is based on നെഗ്ലിജൻസ് ആവോ? കൺസെന്റ്, സ്ട്രിക്ട് ലയബിലിറ്റി, ഫ്രോഡ്. എന്താണ് വോളണ്ടറി നോൺ ഫിറ്റ് ഇഞ്ചുറിന്റെ ഒരു കേസ് ഇല്ലായിരുന്നോ? ഹോൾ വേഴ്സസ് ബ്രൂക്ക്ലാൻഡ്സ് ഓട്ടോ റേസിംഗ് ക്ലബ്. അയാൾ സ്വമേധയ അപകടം പറ്റും എന്ന് അറിഞ്ഞിട്ട് കൂടി ആ ഫ്രണ്ട് റോയിൽ ഇരുന്ന് അപകടം പറ്റിയ കേസ്. എന്നിട്ട് അയാൾക്ക് അതോറിറ്റീസിനെ ലൈബിളാക്കാൻ പറ്റാതിരുന്നത് കാരണം അയാൾ വോളണ്ടറിലി കൺസെന്റ് കൊടുത്തിരുന്നു, അയാളുടെ റൈറ്റ് വേണ്ട എന്ന് വെച്ച കേസാണ്. അതിനെയാണ് നമ്മൾ കൺസെന്റ് എന്ന് പറയുന്നത്. വോളണ്ടറി നോൺ ഫിറ്റ് ഇഞ്ചുറി കൺസെന്റുമായി റിലേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി കൺസെന്റ്. ഇനി അടുത്തത്, ഓഡി ആൾട്രം പാർട്ടം എന്ന് വെച്ചെന്താ? ഒരു കേസ് നടത്തുമ്പോൾ നമ്മൾ ഒരു ഭാഗം മാത്രം കേട്ടിട്ട് ഒരു ജഡ്ജ്മെന്റ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? മറുഭാഗത്ത് നിൽക്കുന്ന ആൾക്കൂടി അയാളുടെ ഭാഗം പറയാനുള്ള ഒരു അവസരം വേണം, അല്ലേ? അതിനെയാണ് നമ്മൾ ഓഡി ആൾട്രം പാർട്ടം അല്ലെങ്കിൽ ഹിയറിംഗ് ബോത്ത് സൈഡ്സ്. അതൊരു നാച്ചുറൽ ലോ പ്രിൻസിപ്പിൾ ആണ്, നോട്ട് ചെയ്തോളൂ കേട്ടോ. അടുത്തത് നമ്മുടെ റെസിപ്രോക്കൽ. റെസിപ്രോക്കൽ എന്ന് വെച്ചാൽ എന്താ? എ തിങ് സ്പീക്സ് ഫോർ ഇറ്റ് സെൽഫ്. അതിനി പ്രൂവ് ചെയ്യാൻ വേണ്ടി വേറെ എന്താ പറയാ, അത്ര ഡിഫിക്കൽട്ട് ആയിട്ടുള്ളതല്ല. ആ ഒരു ഫസ്റ്റ് ഫേസ് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇയാളാണ് കുറ്റം ചെയ്തത്, അല്ലെങ്കിൽ ഇനിയും കൂടുതൽ എവിഡൻസിന്റെ ആവശ്യമില്ലാത്ത ഒരു സംഭവമാണ്. നെഗ്ലിജൻസ് ഒബ്വിയസ് ആയിട്ടുള്ളതാണ് ഫാക്ട് എന്ന് തന്നെ. അങ്ങനെയുള്ളൊരു സംഭവത്തെയാണ് നമ്മൾ റെസിപ്സ് അലൊക്കിറ്റ എന്ന് പറയുന്നത്. ഇനി ഉബി ജസ് ഇബി റെമഡിയം.
ടോർട്ടിലുള്ളതാണ്. Where there is a right, there is a remedy. ഓപ്ഷനിൽ ക്ലിയർ ആയിട്ടുള്ളതാണ് ഓപ്ഷൻ സി. തിരിച്ചു വെച്ചാലോ? ഉബി റെമഡിയം ഇബി ജസ്. അതിന്റെ ആൻസർ ഞാൻ പറഞ്ഞു തരൂല. ഓക്കെ. ഇൻ പരി ഡെലിക്റ്റോ എസ്റ്റ് കണ്ടീഷ്യോ ഡിഫെൻഡൻറ്റിസ്. ഡെമോ ഇതൊക്കെ പ്രൊനൗൺസ് ചെയ്ത് വരുമ്പോഴത്തേക്ക് പണ്ട് മലയാളത്തിൽ പഠിച്ചൊരു സംഭവം ഓർമ്മ വരുന്നത്. ഒരു ഇത് സംഭവം ഇല്ലായിരുന്നു, എന്തായിരുന്നു? ചക്ഷുശ്രവണ കളസ്തവാം ദർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ എന്നൊക്കെ പറയുന്നത്. അങ്ങനെ ഒരു സംഭവം ഇല്ലേ? നിങ്ങൾ പഠിച്ചിട്ടില്ലേ? അതുപോലല്ലേ? കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ലീഗൽ മാക്സിംസ് അങ്ങനെയാണ്. കുറച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യം കാണുമ്പോൾ എന്തായാലും ഒന്ന് പതറും, അല്ലെങ്കിൽ ഇതെന്താ, ഇതൊക്കെ എങ്ങനെയാ എന്ന് വിചാരിക്കും. വേറെ നിവൃത്തിയൊന്നുമില്ല, എഴുതി വെക്കുക, നിങ്ങളായിട്ട് തന്നെ ഒന്ന് ആലോചിച്ച് കണക്ട് ചെയ്തൊക്കെ ഒന്ന് പഠിക്കുക. ഓപ്ഷൻസ് അങ്ങനെ ക്യാൻസൽ ചെയ്തൊക്കെ നോക്കിയാൽ ആൻസറിലേക്ക് എത്താവുന്ന കാര്യങ്ങളാണ്. പിന്നെ കൺഫ്യൂസിംഗ് ആയിട്ട് വരുന്ന ചില മാക്സിംസ്, ക്യാവിറ്റ് എംപ്റ്റർ, ക്യാവിറ്റ് വെന്റിറ്റ, അതൊക്കെ എന്തായാലും ക്ലിയർ ആയിട്ട് പഠിച്ചു പോയാൽ ആ ഒരു കൺഫ്യൂഷൻ ഒഴിഞ്ഞു കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇതിന്റെ ആൻസർ വരുന്നത്, ഇതിന്റെ മീനിങ് വരുന്നത്, ഇൻ ഈക്വൽ ഫോൾട്ട് ഡിഫെൻഡൻസ് പൊസിഷൻ സ്ട്രോങ് എന്ന് വെച്ചാൽ രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുണ്ട്. അങ്ങനെയാകുമ്പോൾ ഡിഫെൻഡന്റിന്റെ ഫേവറിലായിരിക്കും കാര്യങ്ങൾ. ഡിഫെൻഡന്റിന്റെ പൊസിഷൻ സ്ട്രോങ് ആയിട്ടുള്ള അത് ഏതാ ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ ബി ആണ്. ഡിഫെൻഡന്റ് സ്ട്രോങ് വെൻ ബോത്ത് ആർ അറ്റ് ഫോൾട്ട്. രണ്ടുപേരും ഫോൾട്ടിൽ വരുന്ന സംഭവം ഏതാ? കോൺട്രിബ്യൂട്ടറി നെഗ്ലിജൻസ്. പ്ലെയിൻറ്റിഫ് ഇസ് ഓൾസോ കോൺട്രിബ്യൂട്ടിങ്. ഇതുവരെ പറഞ്ഞത് മനസ്സിലാവുണ്ടോ? അത് ഇങ്ങനെ അന്തം വിട്ടിക്കാണോ? ഓക്കെ. അനിമസ് ഫുറൻഡി എന്ന് വെച്ചാൽ എന്താ? ഇത് ഒരു നമ്മൾ വിചാരിക്കാത്തൊരു മീനിങ് ആണ് ഇതിനുള്ളത്. ഇന്റൻഷൻസ് ടു സ്റ്റീൽ. ഞാൻ പോലും ഇതിന്റെ മീനിങ് കണ്ട് ഞെട്ടിപ്പോയി സത്യം പറഞ്ഞാൽ. ഒരു വിധത്തിലും കണക്ട് ചെയ്യാൻ പറ്റാത്ത പോലെ. അനിമസ് ഫുറൻഡി എന്ന് വെച്ചാൽ ഇന്റൻഷൻ ടു സ്റ്റീൽ ആണ്. തെഫ്റ്റിലൊക്കെ നമുക്ക് കക്കാനുള്ളതാണല്ലോ ഇന്റൻഷൻ. അങ്ങനെയാണ്. അപ്പൊ ആൻസർ ഓപ്ഷൻ സി. അടുത്തത് അനിമസ് ടെസ്റ്റൻഡൈ. അവിടെ ഒരു ഇന്റൻഷൻ ഉണ്ട്, ഇവിടെ ഒരു ഇന്റൻഷൻ ഉണ്ട്. ഇന്റൻഷൻ രണ്ട് ഓപ്ഷൻ ഉണ്ട് അല്ലേ? ഓക്കെ. ഇതിന്റെ മീനിങ് വരുന്നത് ഇന്റൻഷൻ ടു മേക്ക് എ വിൽ. അപ്പൊ വിൽ മേക്കിംഗ് ഇന്റൻഷൻ. ഓപ്ഷൻ ബി ആണ് ഇതിന്റെ ആൻസർ. ഇത് നമുക്ക് പരിചയമുള്ള ഒരു മാക്സിമം അല്ലേ? ക്യൂ ഫാസിറ്റ് പെർ ആലിയം ഫാസിറ്റ് പെർ സെ. ഏതുമായി റിലേറ്റഡ് ആണ് ഇത്? വൈക്കേരിയസ് ലയബിലിറ്റി, പ്രിൻസിപ്പൽ ആൻഡ് ഏജന്റ് റിലേഷൻ. അപ്പം ഏജന്റ് എന്തെങ്കിലും ഡ്യൂറിംഗ് ദ കോഴ്സ് ഓഫ് എംപ്ലോയ്മെന്റ് എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അതിന് പ്രിൻസിപ്പൽ ലയബിൾ ആവുന്ന ഒരു കേസാണ് വൈക്കേരിയസ് ലയബിലിറ്റി. അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള മാക്സിം ആണ് ക്യൂ ഫാസിറ്റ് പെർ ആലിയം ഫാസിറ്റ് പെർ സെ. ഈ ഹു ഹാക്സ് ത്രൂ അനദർ ഹാക്സ് ഹിംസെൽഫ്. ഞാൻ ഒരാളെ പണിക്ക് വെക്കുമ്പോൾ അയാളിലൂടെ ഞാൻ പണി ചെയ്യാണ്. അപ്പം അയാൾ ആ പണി ചെയ്യുന്ന ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് എംപ്ലോയ്മെന്റ്, ഞാൻ ഏൽപ്പിച്ച പണി ചെയ്യുമ്പോൾ അയാൾ എന്തെങ്കിലും തെറ്റ് വരുത്തിയ അതിന് എന്നെ ഉത്തരവാദിത്തി ഞാൻ അതിന് മറുപടി പറയേണ്ട, അല്ലെങ്കിൽ എനിക്ക് ലയബിലിറ്റി വരുന്ന ഒരു കേസാണ് വൈക്കേരിയസ് ലയബിലിറ്റി. ആൻസർ എന്താ? ഏജൻസി പ്രിൻസിപ്പിൾ ആണ്. ഓപ്ഷൻ ബി. സ്പീഡ് കൂടുതലാണോ? ഓപ്ഷൻസ് ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ബോറടിക്കുന്നുണ്ടോ? ഓക്കെ. എക്സ്റ്റർപി കോസ നോൺ ഒറിറ്റർ ആക്ഷ്യോ. നോ ആക്ഷൻ അറൈസസ് ഫ്രം ആൻ ഇമ്മോറൽ കോസ് എന്നാണ് ഇതിന്റെ മീനിങ് വരുന്നത്. ഒന്നാമത് നിങ്ങളൊരു തെറ്റായ കാര്യം ചെയ്തിട്ട് പിന്നെയും അതിന് എന്താ പറയാ, ഇതുവരെ റിലേറ്റഡ് ആണ്. ഇപ്പൊ എന്റെ വീട്ടില് കള്ളം, ഞാൻ പറഞ്ഞ ഒരു ഉദാഹരണം തന്നെ എടുക്കാം. മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു തരുന്ന കേട്ടോ, എന്ന് കരുതി ഇങ്ങനെ ആണ് എന്ന് പൂർണ്ണമായി ഞാൻ അവകാശപ്പെടുന്നില്ല. ഓക്കെ. എന്റെ വീട്ടില് കള്ളം വന്നു, എണ്ണ തൂത്ത് കിടക്കുന്നുണ്ടായിരുന്നു.
എന്നെ ചവിട്ടി കള്ളൻ സ്റ്റെപ്പിലൂടെയൊക്കെ വീണ് താഴെ എത്തി. എന്നിട്ട് കള്ളൻ എന്നെ കുറ്റപ്പെടുത്താൻ പറ്റുമോ? ഞാൻ അവിടെ എണ്ണ തൂത്തിട്ടൂന്ന്? ഇല്ല, എന്റെ വീട്ടിൽ കക്കാൻ വന്ന കള്ളനല്ലേ. അപ്പൊ കള്ളൻ കക്കാനാണ് വന്നത്. എന്നിട്ട് അയാൾ കക്കാൻ വന്നിട്ട് അയാള് അവിടെയുള്ള എണ്ണ ചവിട്ടി വീണിച്ച് പിന്നെ അയാൾക്ക് എനിക്കെതിരെ ഒരു ആക്ഷൻ എടുക്കാൻ പറ്റുമോ? ഇല്ല. അയാളുടെ ഉദ്ദേശം തന്നെ ഇമ്മോറൽ ആയിരുന്നു അല്ലെ. അപ്പം അങ്ങനെ ഓർത്താ മതി. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. എക്സ് ന്യൂഡോ പാക്ടോ നോൺ ഒറിറ്റ ആക്ഷ്യോ. ഇത് എവിടെയെങ്കിലും കേട്ട് വരച്ചിട്ടുണ്ടോ? കോൺട്രാക്റ്റിൽ പഠിച്ചൊരു സംഭവമാണല്ലേ. കൺസിഡറേഷൻ ഇല്ലെങ്കിൽ കോൺട്രാക്റ്റിന്റെ എഗ്രിമെന്റ് വാലിഡ് ആണോ? വിത്തൗട്ട് കൺസിഡറേഷൻ അല്ല. കൺസിഡറേഷൻ ഇല്ലാത്ത എഗ്രിമെന്റിന് ഒരു വാല്യൂ ഇല്ല. വേർ എഗ്രിമെന്റ്സ് ആർ നോട്ട് എൻഫോഴ്സിബിൾ. കൺസിഡറേഷൻ ഇസ് നോട്ട് നീഡഡ് എന്നുള്ള ഓപ്ഷൻ വരില്ല കേട്ടോ. കൺസിഡറേഷൻ എന്തായാലും വേണം. ആ ഓപ്ഷൻ കണ്ട് കൺഫ്യൂസ് ചെയ്യിക്കണ്ട. എന്തായാലും ഓപ്ഷൻ സി കൺസിഡറേഷൻ ഇല്ലാതാവുമ്പം അതൊരു ബെയർ എഗ്രിമെന്റ് ആവുന്നു, അത് എൻഫോഴ്സിബിൾ അല്ല. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി ആണ് ആൻസർ. ഡി മിനിമിസ് നോൺ ക്യൂറാറ്റ് ലെക്സ്. ലോ ഡസ് നോട്ട് കൺസേൺ ഇറ്റ്സെൽഫ് വിത്ത് ട്രൈഫേഴ്സ്. ട്രിവ്യൽ ആയിട്ടുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളിൽ നിയമം പോയി ഇടപെടില്ല. കാരണം നിയമത്തിന് കോടതിക്ക് വലിയ കാര്യങ്ങൾ ഒരുപാട് കെട്ടിക്കിടക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ കൂടെ നിങ്ങൾ പോയി അവൻ എന്നെ തോണ്ടി അതിന് പോയിട്ട് കേസ് കൊടുത്ത, വെറുതെ ഒന്ന് എന്റെ ഷോൾഡറിന് തട്ടി അതിന് പോയി കേസ് കൊടുത്ത ഇല്ല. അങ്ങനെ കുഞ്ഞി കുഞ്ഞി സംഭവങ്ങൾ ഉണ്ടാവില്ലേ, ചെറിയ പ്രശ്നങ്ങളിലൊക്കെ പോയി കേസ് കൊടുക്കുന്നതിന് അത്ര ലോ അത് നോക്കുന്നില്ല. കാരണം കുറെ സീരിയസ് ആയിട്ടുള്ള റേപ്പ് പോലത്തെ കാര്യങ്ങൾ അവിടെ കിടക്കുമ്പോൾ നിങ്ങൾ ഈ കുഞ്ഞി സംഭവം കൊണ്ട് വന്നാല് ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ, അപ്പം അതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, മൈനർ ട്രിവിയൽ മാറ്റേഴ്സ്. അത് കഴിഞ്ഞിട്ട് ലോ ഡസ് നോട്ട് കമ്പൽ ദ ഇമ്പോസിബിൾ. ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യം നമുക്ക് കമ്പൽ ചെയ്യാൻ പറ്റുമോ? ഒരാള് കോൺട്രാക്റ്റിൽ ഏർപ്പെടുക, മൂന്നിനെ പോയി പിടിച്ചിങ്ങോട്ട് കൊണ്ടുവന്ന പൈസ കൊടുക്കാം. അങ്ങനെയുള്ള ഇമ്പോസിബിൾ ആയിട്ടുള്ള കോൺട്രാക്ട് എന്നിട്ട് അയാൾ അത് ചെയ്തില്ല എന്നും പറഞ്ഞിട്ട് കോടതി പോയിട്ട് പറയാൻ പറ്റുമോ? ഇത് മനസ്സിലാവാൻ വേണ്ടി മാത്രം പറയുന്ന കേട്ടോ. ഇങ്ങനത്തെ കേസുകളൊന്നും ഉണ്ടാവില്ല, ഞാൻ ചുമ്മാ അങ്ങനെ പറയുന്നതാണ്. ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ കോൺട്രാക്ട് ഉണ്ടാക്കിയാൽ അത് എൻഫോഴ്സ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള പ്രിൻസിപ്പിൾ അങ്ങനെ വിചാരിച്ചാൽ മതി. ലെക്സ് നോൺ കോഗിറ്റാഡ് ഇമ്പോസിബിലിയ. ആ ഇമ്പോസിബിൾ എന്ന് പറയുന്ന ആ ഒരു വേർഡ് അവിടെ ഉള്ളതുകൊണ്ട് നമുക്ക് എന്തായാലും ഓപ്ഷൻ സിയിലേക്ക് എത്താൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ലോ ഡസ് നോട്ട് കമ്പൽ ഇമ്പോസിബിൾ ആക്ട്സ്. Falses in uno, falses in omnibus. False in one thing, false in everything. ഇപ്പം നമ്മുടെ വിറ്റ്നസിന്റെ കേസ് എടുക്കാം. വിറ്റ്നസ് ഇപ്പം വിറ്റ്നസിന് നമ്മുടെ കേസിൽ ജഡ്ജ്മെന്റിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കാൻ പറ്റുന്ന ഒരാളാണ് വിറ്റ്നസ്. വിറ്റ്നസ് ഒരു കാര്യത്തിൽ കളവ് പറഞ്ഞ അയാളുടെ എൻറ്റയർ ടെസ്റ്റിമോണി ഡിസ്റിഗാർഡ് ചെയ്യുന്ന സംഭവമാണ്. എന്നുവെച്ചാൽ അയാള് ആദ്യം നിങ്ങളിപ്പം ഒരാള് നിങ്ങളോട് ആദ്യം കള്ളം പറഞ്ഞു, എന്നിട്ട് പിന്നെയും നിങ്ങൾ പോയി അയാളെ വിശ്വസിക്കുവോ? ഇല്ലല്ലോ. അതുപോലെ തന്നെ ആദ്യം ഒരിക്കൽ കള്ളം പറഞ്ഞ ഒരാളെ പിന്നെ നിയമം വിശ്വസിക്കില്ല എന്ന് വിചാരിച്ചാൽ മതി. അപ്പൊ ആൻസർ എന്താ? ഓപ്ഷൻ ബി, ഫാൾസ് ഇൻ വൺ, ഫാൾസ് ഇൻ ഓൾ. ഡ്യൂറ ലെക്സ് സെഡ് ലെക്സ്. ലെക്സ് എന്ന് വെച്ചാൽ എന്താ? ലോ ആണ് അല്ലേ. ലോ ഹാഷാണ്, പക്ഷേ അത് ലോ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫോളോ ചെയ്യണം. അതാണ് അതിന്റെ ഇംപ്ലൈഡ് മീനിങ് വരുന്നത്. ലോ ആഷാണ്, പക്ഷെ അത് എന്തായാലും നമ്മൾ ഫോളോ ചെയ്തേ പറ്റുള്ളൂ. ഇത് ഇത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, ഞാൻ ഫോളോ ചെയ്യില്ല എന്ന് പറഞ്ഞിരുന്നാൽ ശരിയാവോ? ഇല്ല. അപ്പൊ ആൻസർ എന്താ? ഓപ്ഷൻ ബി ആണ് ആൻസർ. പിന്നെ പാക്റ്റ സൂണ്ട് സെർവാൻഡ. എഗ്രിമെന്റ്സ് മസ്റ്റ് ബി കെപ്റ്റ് എന്നാണ് അതിന്റെ മീനിങ്. നോട്ട് ചെയ്തോളൂ കേട്ടോ. എഗ്രിമെന്റ്സ് മസ്റ്റ് ബി കെപ്റ്റ്.
ഓപ്ഷൻ ബി. ഇതിങ്ങനെ ഓപ്ഷൻ ആൻസർ പറഞ്ഞു ഒന്ന് വേറെ ഒന്നും കൊണ്ടല്ല, ഇതിൽ അധികം എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള പ്രിൻസിപ്പിളും കാര്യങ്ങളും ഒന്നും അല്ലാത്തതുകൊണ്ടാണ്. പിന്നെ ഇത് ഞാൻ എത്ര വായിട്ടയച്ചാലും നിങ്ങളൊന്ന് നോക്കി കണ്ട് മനസ്സിലാക്കി പഠിച്ചാലൊക്കെ ഇത് തലേ കയറും. അങ്ങനെ ഒരു പ്രശ്നം ഇതിനുണ്ട്. സ്റ്റെയർ ഡിസൈസസ് എന്ന് വെച്ചാൽ എന്താ? ലെറ്റ് ദ ഡിസിഷൻ സ്റ്റാൻഡ് എന്നാണല്ലേ, അല്ലേ നമ്മൾ പറയാം? ലെറ്റ് ദ ഡിസിഷൻ സ്റ്റാൻഡ്. ഓൾറെഡി ഡിസൈഡ് ചെയ്ത ഒരു സംഭവം, അതിനെ ഡിസ്റ്റർബ് ചെയ്യേണ്ട, അത് അവിടെ സെറ്റിൽ ആയിട്ടുള്ള സാധനമാണ്, അതിനെ ഡിസ്റ്റർബ് ചെയ്യേണ്ട. അതുപോലെ തന്നെ അത് തന്നെ ഫോളോ ചെയ്യുന്ന ഒരു സംഭവം. പ്രസിഡൻസിലാണ് നമ്മൾ എന്ത് പഴയ ജഡ്ജ്മെന്റ്സ് സിമിലർ ഫാക്റ്റും ഇഷ്യൂവും ഉള്ള കേസിൽ ഫോളോ ചെയ്ത് വരുന്നതിനെയാണ് നമ്മൾ പ്രസിഡൻസ് എന്ന് പറയാം. അപ്പം സ്റ്റെയർ ഡിസൈസസ് പ്രസിഡന്റുമായി റിലേറ്റഡ് ആണ്. സോ ഓപ്ഷൻ ബി പ്രസിഡന്റ്. അടുത്തത്, ദൈവമേ ഇതൊക്കെ മസ്കിറ്റോ എ സോക്കീസ്. ഇത് ഗൂഗിളിൽ നോക്കി പ്രൊണൗൺസിയേഷൻ പഠിച്ചതാണ്. അതിൽ തന്നെ 2 എണ്ണം പറയുന്നുണ്ട്. നിങ്ങൾ എന്തായാലും സംഭവം മനസ്സിലാക്കിയൊക്കെ കണ്ട് മനസ്സിലാക്കുക, അല്ലാതെ ഇതൊക്കെ എല്ലാം ഇങ്ങനെ പഠിച്ചത് എങ്ങനെയാണെന്നറിയില്ല. അപ്പം ഇതിന്റെ മീനിങ് ഒന്ന് നോട്ട് ചെയ്തോളൂ. എ വേർഡ് ഇസ് നോൺ ബൈ ദ കമ്പനി ഇറ്റ് കീപ്സ്. ആ ഒരു കോണ്ടെക്സ്റ്റിൽ അതിന്റെ മീനിങ് എന്താണോ അത് വെച്ചിട്ടാണ് ആ വേർഡിനെ മനസ്സിലാക്കേണ്ടത് എന്നാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്തത്, എക്സ്പ്രസ്യോ യൂണിയസ് എസ്റ്റ് എക്സ്ക്ലൂസിയോ ഓൾട്ടേറിയസ്. ഓ, എക്സ്പ്രസ് മെൻഷൻ ഓഫ് വൺ തിങ് എക്സ്ക്ലൂഡ്സ് ആൻഡ് അതേഴ്സ്. ക്ലിയർ ആയിട്ട് ഓപ്ഷൻ സി ആണ് ആൻസർ. എക്സ്പ്രസ് മെൻഷൻ എക്സ്ക്ലൂഡ്സ് അതേഴ്സ്. In jure non remota causa sed proxima spectator. In law, immediate cause is considered, not the remote cause. റിമോട്ട് കോസ് അല്ല, ഇമ്മീഡിയറ്റ് കോസസ്. ഇപ്പം ഒരാൾ നല്ല പ്രഷറുള്ള ആളാ, ഹൈ പ്രഷറുള്ള ആളാ, എനിക്കത് അറിയില്ലായിരുന്നു. അങ്ങനെയുള്ള ഞാൻ അയാളുടെ അടുത്ത് എന്തോ അയാൾക്ക് പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിൽ ഞാൻ എന്തോ പറഞ്ഞു, എന്നിട്ട് അയാൾക്ക് ഹാർട്ട് അറ്റാക്ക് വന്നു. ഞാൻ യൂസ് ചെയ്ത വേർഡ്സ് ഒരു സാധാരണ ഒരു മനുഷ്യനെ ഒരു ഹാർട്ട് അറ്റാക്ക് വരെ എത്തിക്കാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു കാര്യമല്ലായിരുന്നു, ഒരു കാഷ്വൽ ആയിട്ട് എടുക്കേണ്ട കാര്യമായിരുന്നു. അയാൾക്ക് ആ ഒരു പ്രഷർ, ഇപ്പം ഈ ആൻജിയോപ്ലാസ്റ്റി ഒക്കെ കഴിഞ്ഞ് വന്ന ആൾക്കാർക്ക് ആ ഒരു ടൈമിൽ വല്ലാത്ത ദേഷ്യമായിരിക്കും, പെട്ടെന്ന് തന്നെ അവർ പ്രൊവോക്കായി പോകും. പക്ഷെ ഇതറിയാതെയാണ് ഞാൻ ഇയാളോട് ഇങ്ങനെ ഒരു കാര്യം പറയുന്നത്. ആ ഒരു സാഹചര്യത്തിൽ അയാളോട് ഞാൻ അങ്ങനത്തെ ഒരു സംഭവം പറയാൻ പാടില്ലായിരുന്നു, പക്ഷെ എനിക്കറിയില്ലായിരുന്നു. അപ്പം ഞാനവിടെ നെഗ്ലിജന്റ് അല്ല, എനിക്കവിടെ എന്താ പറയാ, ആ ഒരു ഇൽ മൈൻഡ് ഇല്ല, അതല്ല നമ്മൾ നോക്കേണ്ടത്. ഞാനിപ്പോ സാധാരണ ഒരാളോട് അങ്ങനെ ഒരു സംഭവം പറഞ്ഞിരുന്നെങ്കിൽ അത് അയാളെ ഹാർട്ട് അറ്റാക്ക് വരെ എത്തിക്കില്ലായിരുന്നു. പക്ഷെ അയാൾക്ക് ഇങ്ങനൊരു റിമോട്ട് കോസ് ആയിട്ടുള്ള ഹൈ ബ്ലഡ് പ്രഷർ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ആൻജിയോപ്ലാസ്റ്റിയോ അങ്ങനെ എന്തെങ്കിലും കഴിഞ്ഞ് ഉടനെ ആയിരുന്നു ഞാനിത് പറഞ്ഞത്. അതൊരു റിമോട്ട് കോസ് ആണ്. ഇമീഡിയറ്റ് ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ എന്തായാലും എന്നെ ലയബിൾ ആക്കാം. പക്ഷെ ഇതിലൊക്കെ ഇമീഡിയറ്റ് കോസ് ആണ് കൺസിഡർ ചെയ്യുന്ന, റിമോട്ട് കോസ് അല്ല. എനിക്ക് അറിയില്ലായിരുന്നു, അയാൾക്ക് ഓൾറെഡി ഹാർട്ട് അറ്റാക്ക് ഉള്ളതുകൊണ്ടാണ്, അങ്ങനെ ഒരു റിമോട്ട് കോസ് ഉള്ളത് കൊണ്ടാണ്, ഹൈ ബ്ലഡ് പ്രഷർ ഉള്ളത് കൊണ്ടാണ് ഹാർട്ട് അറ്റാക്ക് വന്നത്. സാധാരണ ഒരാളോട് പറയുമ്പം, അല്ലാതെ ഞാൻ പറഞ്ഞതുകൊണ്ടല്ല എന്ന് വിചാരിച്ചാൽ മതി. മൊത്തത്തിൽ കോംപ്ലിക്കേറ്റഡ് ആയോ? ഓക്കെ, പിന്നെ പറഞ്ഞുതരാം, അതായിരിക്കുന്നല്ലേ. അതിന്റെ ആൻസർ പ്രോക്സിമേറ്റ് കോസ് അല്ലേ? ഓപ്ഷൻ ഡി. ക്യൂ ബോണോ ഇസ് യൂസ് ടു ഐഡന്റിഫൈ. ഇതിന്റെ മീനിങ് വരുന്ന ഹൂ ബെനിഫിറ്റ്സ് എന്നാണ്. ആ ഒരു മോട്ടീവ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഹൂ ബെനിഫിറ്റ്സ്, ആർക്കാണ് ഇതിനെ കൊണ്ട് ഒരു ബെനിഫിറ്റ് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ആ ഒരു മോട്ടീവ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി, അങ്ങനെയുള്ള ഇതിന്റെ മീനിങ് വരുന്ന ഹൂ ബെനിഫിറ്റ്സ് എന്നുള്ളതാണ്. പിന്നെ ആൻസർ ഓപ്ഷൻ ബി
മോട്ടീവാണ്. ഇത് മോട്ടീവ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ. കാവിയറ്റ് എംപ്റ്റർ. കാവിയറ്റ് എംപ്റ്ററും ഉണ്ട്, കാവിയറ്റ് വെന്റിറ്ററും ഉണ്ട്. കാവിയറ്റ് എംപ്റ്റർ എന്ന് വെച്ചാൽ എന്താ? നമ്മളൊരു സാധനം വാങ്ങുമ്പം അല്ലെങ്കിൽ ഒരു കടയിലെ സാധനം തീരുന്നത് ഒരു ബയർ ആ സാധനം വാങ്ങുമ്പോഴാണ്. അപ്പോഴാണ് അത് എംപ്റ്റി ആവുന്നത്. അപ്പൊ എംപ്റ്റി ആക്കുന്നത് ആരാ? ബയർ. ബയർ കടയിൽ വന്ന് സാധനം വാങ്ങുമ്പോഴാണ് അവിടെയുള്ള സാധനം എംപ്റ്റി ആവുന്നത്. അപ്പൊ അത് എംപ്റ്റി ആക്കുന്നത് ബയറാണ്. കാവിയറ്റ് എംപ്റ്റർ എന്ന് വെച്ചാൽ ലെറ്റ് ദി ബയർ ബിവെയർ. ഇത് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുകയാണെങ്കിൽ കാവിയറ്റ് വെന്റിറ്റർ പഠിച്ചാൽ മതി. അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് കാവിയറ്റ് എംപ്റ്റർ. വെന്റിറ്റർ എന്ന് വെച്ചാൽ എന്താ? വെൻഡർ അല്ലേ? വെൻഡർ എന്ന് വെച്ചാൽ സെല്ലർ. അപ്പം സെല്ലർ ബിവെയർ, ലെറ്റ് ദി സെല്ലർ ബിവെയർ. അപ്പൊ ഇത് പഠിച്ചാൽ മറ്റേത് എളുപ്പമായിരിക്കും. ചില പ്രീവിയസ് ഇയറിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ചിലപ്പോൾ 2 ക്വസ്റ്റ്യൻ ഉണ്ടാവും അടുപ്പിച്ച്. നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടി മനഃപൂർവ്വം അങ്ങനെ ഇടുന്നുണ്ടാവും. അപ്പൊ അത് ക്ലിയർ ആയിട്ട് പഠിച്ചാൽ ആ 2 ക്വസ്റ്റിന്റെയും മാർക്ക് കിട്ടും. അടുത്തത് ജസ് ഇൻ ബെല്ലോ. വാർ ടൈമിലുള്ള ലോ അല്ലെങ്കിൽ ലോ ഗവേണിംഗ് കണ്ടക്ട് ഡ്യൂറിങ് വാർ. അപ്പൊ ആൻസർ എന്താ? ഓപ്ഷൻ ബി ആണ്. അടുത്തത് സാലസ് പോപ്പുലി സുപ്രീമ ലെക്സ്. സാലസ് പോപ്പുലി സുപ്രീമ ലെക്സ് എന്ന് വെച്ചാൽ എന്താ? ലെക്സ് എന്ന് വെച്ചാൽ ലോ അല്ലേ? പോപ്പുലി ഇപ്പൊ പീപ്പിൾ എന്ന് വിചാരിക്കാം. സുപ്രീമ, സുപ്രീം ലോ കിട്ടി. സുപ്രീം ലോ അവിടെ ഉണ്ടോ? 3 ഓപ്ഷനിൽ സുപ്രീം ഉണ്ട്. ഓക്കെ. വെൽഫെയർ ഓഫ് ദി പീപ്പിൾ ഇസ് ദ സുപ്രീം ലോ അല്ലേ? നമ്മളെ വെൽഫെയർ, സിറ്റിസൺസിന്റെ അല്ലെങ്കിൽ പീപ്പിളിന്റെ വെൽഫെയറിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അങ്ങനെയാണ് നിയമം പറയുന്നത്. ആൻസർ എന്താ? ഓപ്ഷൻ ബി ആണ് ആൻസർ. കുറെ എണ്ണം ബിയും സി അല്ലേ ആൻസർ. ദൈവമേ. ആൻഡ് എസെൻഷ്യൽ കണ്ടീഷൻ, ഒരു എസെൻഷ്യൽ കണ്ടീഷൻ വിത്തൗട്ട് വിച്ച് സംതിങ് കനോട്ട് എക്സിസ്റ്റ്. ഈ ഒരു ഇതില്ലെങ്കിൽ വേറൊരു സംഭവത്തിന് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു എസെൻഷ്യൽ ആയിട്ടുള്ള കണ്ടീഷൻ എന്ന് വെച്ചാൽ നമുക്ക് ജീവിക്കാൻ വായു വേണം. ശ്വാസം ശ്വസിച്ചില്ലെങ്കിൽ നമ്മൾ തട്ടിപ്പോവും. അതന്നെ. അതേപോലെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു എസെൻഷ്യൽ കണ്ടീഷൻ, അങ്ങനെ ഓർത്താൽ മതി. റേഷ്യോ ഡെസിഡൻറ്റി, ഒബിറ്റർ ഡിക്റ്റ, പിന്നെന്താ നേരത്തെ പറഞ്ഞ ഒരു സംഭവം ഇല്ലായിരുന്നു, കാണുന്നില്ല. ഓക്കെ, നേരത്തെ ഞാൻ എന്തോന്ന് പറഞ്ഞിരുന്നല്ലോ. സ്റ്റേ ഡിസൈസസ്, റേഷ്യോ ഡെസിഡൻറ്റി, ഒബിറ്റർ ഡിക്റ്റ, ഇതൊക്കെ പ്രസിഡന്റ് അല്ലെങ്കിൽ പ്രസിഡന്റുമായി ബന്ധപ്പെട്ട സംഭവമാണ്. അപ്പൊ റേഷ്യോ ഡെസിഡൻറ്റി എന്ന് പറഞ്ഞാൽ ഈ ജഡ്ജ്മെന്റിന്റെ റീസൺ, ഈ കാരണം കൊണ്ടാണ് ഈ ജഡ്ജ്മെന്റ് ഇങ്ങനെ ആവുന്നത്, അല്ലെങ്കിൽ ആ ജഡ്ജ്മെന്റിന്റെ ആ ഒരു ബൈൻഡിങ് പാർട്ടിനെയാണ് നമ്മൾ റേഷ്യോ ഡെസിഡൻറ്റി എന്ന് പറയുന്നത്. റീസൺ ഫോർ ദി ഡിസിഷൻ അല്ലെങ്കിൽ ബൈൻഡിങ് ആയിട്ടുള്ള ആ ഡിസിഷനിലെ എല്ലാ കാര്യങ്ങളും ബൈൻഡിങ് ആയിരിക്കില്ല. അടുത്ത ഒരു സിമിലർ ഫാക്റ്റും ഇഷ്യൂവുമുള്ള അടുത്ത കേസിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഈ റേഷ്യോ ഡെസിഡൻറ്റി അല്ലെങ്കിൽ ഈ റീസൺ ആണ്. ഈ ഡിസിഷൻ, ഈ ജഡ്ജ്മെന്റിന്റെ എന്തുകൊണ്ടാണ് ഈ ജഡ്ജ്മെന്റ് ഇങ്ങനെ ആയത്, അല്ലെങ്കിൽ എന്താണ് അവിടുത്തെ റേഷ്യോ, അതാണ് ബൈൻഡിങ് ആവുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്, ബൈൻഡിങ് റീസൺ ഓഫ് ജഡ്ജ്മെന്റ്. അടുത്തത് ഒബിറ്റർ ഡിക്റ്റ. ഒബിറ്റർ ഡിക്റ്റ റേഷ്യോ ഡെസിഡൻറ്റ് ബൈൻഡിങ് ആണെന്ന് പറഞ്ഞു. ഒബിറ്റർ ഡിക്റ്റ ബൈൻഡിങ് അല്ലാത്തൊരു സംഭവമാണ്. ജഡ്ജിന്റെ ഒബ്സർവേഷൻ ആണ്. ചിലപ്പം ഓപ്ഷനിൽ അങ്ങനെയായിരിക്കും ഉണ്ടാവുക, ജഡ്ജ് ഒബ്സർവേഷൻ എന്നായിരിക്കും, അല്ലെങ്കിൽ ഒബ്സർവേഷൻ മെയ്ഡ് ബൈ ജഡ്ജ്, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ്സ് മെയ്ഡ് ഇൻ പാസിംഗ്, ബൈൻഡിങ് അല്ലാത്തത്, അങ്ങനെയൊക്കെയുള്ള പാസിംഗ് റിമാർക്സ്, അങ്ങനെയുള്ള സംഭവമാണ് റേഷ്യോ ഒബിറ്റർ ഡിക്റ്റ. അപ്പോൾ ഒബിറ്റർ ഡിക്റ്റ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. റേഷ്യോ ഡെസിഡൻറ്റി ബൈൻഡിങ് ആയിട്ടുള്ള പാർട്ടാണ് ജഡ്ജ്മെന്റിന്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഈ മറ്റേ കേസിലായിരുന്നു എന്തായിരുന്നു,
ജിഞ്ചർ ബിയർ കേസിൽ റേഷ്യോ മാനുഫാക്ചറർ ഇസ് ലയബിൾ ടു അൾട്ടിമേറ്റ് കൺസ്യൂമർ. അതാണ് ആ ജഡ്ജ്മെന്റിന്റെ റേഷ്യോ ഡെസിഡൻറ്റി, അല്ലെങ്കിൽ ആ ഒരു ബൈൻഡിങ് പാർട്ട്. അതാണ് നമ്മുടെ ജിഞ്ചർ ബിയർ കേസിന്റെ റേഷ്യോ ഡെസിഡൻറ്റി. ചിലപ്പോൾ അങ്ങനെയും ചോദിക്കും, മാനുഫാക്ചറർ ഈസ് ലയബിൾ ടു അൾട്ടിമേറ്റ് കൺസ്യൂമർ. ഇങ്ങനെ പറഞ്ഞ കേസ് ഏതാ, ഏത് കേസിന്റെ റേഷ്യോ ആണത്, അല്ലെങ്കിൽ ഏത് കേസിന്റെ റീസൺ ആണ് എന്ന് വെച്ചാൽ എന്താ, നമ്മുടെ ജിഞ്ചർ ബിയർ കേസാണത്. സുപ്രീം കോർട്ടിന്റെ ഒബിറ്റഡിക്റ്റ ഫോളോ ചെയ്യാമെന്ന് പറഞ്ഞ കേസ് ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ അതൊന്നും നിങ്ങളിപ്പം നോക്കണ്ട. ഇപ്പം ഒബിറ്റഡിക്റ്റ ബൈൻഡിങ് അല്ലാന്ന് തന്നെ പഠിച്ചാൽ മതി. ഓക്കെ. ഇനി ലെക്സ് ലോക്കി. ലെക്സ് ലോക്കി എന്ന് വെച്ചാൽ ഒരു പ്ലേസിലെ ലോ. ഇവിടത്തെ നിയമം ഇങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ പറയില്ലേ. ഇത് ഇന്ത്യയാണ് സാറേ, ഇത് അമേരിക്ക അല്ല എന്നൊക്കെ പറയില്ലേ. ലെക്സ് ഫോറി എന്ന് പറയുന്ന വേറൊരു മാക്സിമം കൂടെ ഉണ്ട്. എന്നുവെച്ചാൽ ലോ ഓഫ് ദി ഫോറം. ഫോറം എന്ന് വെച്ചാൽ കോർട്ട്. ഇത് എനിക്ക് തോന്നുന്നു കോൺട്രാക്റ്റിലൊക്കെയാണ്. ചിലപ്പം പറയും, ചില കോൺട്രാക്റ്റിലൊക്കെ കോഴിക്കോടുള്ള കോടതിയിൽ തന്നെ ഈ കേസിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ നമ്മൾ കോഴിക്കോട് കോടതിയിലായിരിക്കും അതിൻ്റെ ജൂറിസ്ഡിക്ഷൻ വരിക. പുറത്തുള്ള വേറെ ഏത് കോടതിയിലും പോയി അങ്ങനെ കേസ് ഫയൽ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയും. ഒന്നെങ്കിൽ നമ്മുടെ ഒരു എനിക്ക് കുറച്ചുകൂടെ എത്താൻ എളുപ്പമുള്ള സ്ഥലം അതാണ് എന്നൊക്കെ നമ്മൾ പറയില്ലേ. ചിലപ്പം ചില വലിയ കമ്പനീസൊക്കെ എന്തെങ്കിലും കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പുറത്തുള്ള നമുക്ക് എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുള്ള ഏതെങ്കിലും സ്ഥലത്തായിരിക്കും അതിൻ്റെ ജൂറിസ്ഡിക്ഷൻ കൊണ്ടുപോയി വെക്കുക. അങ്ങനെയാകുമ്പം നമ്മൾ അത്രയും ദൂരം പോകണ്ടേ എന്ന് വിചാരിച്ചിട്ട് കേസൊന്നും ഇല്ലാതെ ഒഴിഞ്ഞു പോകും. അതിന് വേണ്ടിയിട്ടും അങ്ങനെ കോൺട്രാക്ട്സിൽ ചിലപ്പോൾ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടുപോകും. അങ്ങനെയൊക്കെയാണ് ലെക്സ് ലോക്കി എന്ന് വെച്ചാൽ ലോ ഓഫ് ദ പ്ലേസ്, ലെക്സ് ഫോറി എന്ന് വെച്ചാൽ ലോ ഓഫ് ദി ഫോറം. ഇതും കൺഫ്യൂസിങ് ആയിട്ട് തോന്നാം. അപ്പൊ നല്ലോണം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്ര കൺഫ്യൂസിങ് ആവില്ല. ഇന്നത്തേക്ക് ഇത്ര പോരെ? ഇതിലും കൂടുതൽ ഞാൻ പറഞ്ഞ വളരെ ബോറടിച്ചിരിക്കുകയായിരിക്കില്ലേ. ഇന്നത്തേക്ക് ഇത്ര മതി. ഇത് നിങ്ങൾ എഴുതി വെച്ചത് ഒന്ന് നോക്കുക, വായിച്ചു നോക്കുക. എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? ആദ്യം നമുക്ക് അറിയാവുന്ന കാര്യമില്ലേ, കുറച്ചെങ്കിലും ഒരു ഐഡിയ ഉള്ളത് അത് നല്ലോണം പഠിക്കുക. എന്നിട്ട് അറിയാത്തത് ഒന്ന് മനസ്സിലാക്കാൻ നോക്കുക. ഗൂഗിൾ ചെയ്താലും മതി, കിട്ടും. പിന്നെ ഇതിൽ മെയിനായിട്ട് നമ്മൾ പഠിക്കേണ്ട ആക്ടേഴ്സ് നോൺ പാസട്രിയം, ഇസി വൻസിട്രിയ, വോളന്റി നോൺ ഫിറ്റ് ഇഞ്ചുറിയ, ഓഡി ആൽട്ടം പാർട്ടം, റെസിപ്സാലൊക്കിറ്ററൊക്കെ ചോദിക്കാറുണ്ട്. ഒബീജ സിവിയർ റെമഡി ഒക്കെ ഈസി അല്ലേ. പിന്നെ ക്യൂ ഫാസിഡ് പെറാലിം ഫാസിഡ് പെർസെ, എക്സ്റ്റോപിക്കോസ നോൺ ഒറിറ്റ ആക്ഷിയോ, എക്സ് ന്യൂഡോ പാക്ടോ നോൺ ഒറിറ്റ ആക്ഷിയോ, സ്റ്റേറെ ഡിസൈസസ് റേഷ്യോ ഡെസിഡൻറ്റി, ഒബിറ്റർ ഡിക്റ്റ, കാവിറ്റംറ്റർ, കാവിറ്റ് വെൻഡിറ്റർ, സാലസ് പോപ്പുലി സുപ്രീമ, ലെക്സ് ലോക്കിയും ലെക്സ് ഫോറിയും. ഇത് എന്തായാലും പഠിക്കേണ്ട ചിലതാണ്. മറ്റേത് ചിലത് ഞാൻ പോലും കണ്ടിട്ടില്ലാത്തതാണ്. ഇപ്പൊ പറഞ്ഞത് എന്തായാലും പഠിക്കണം, കാരണം അതെന്തായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് നമ്മൾ എല്ലാവർക്കും അറിയാവുന്നത് എന്തായാലും നമ്മൾ ശരിയാക്കണം. അല്ലെങ്കിൽ കുറേ പേർക്ക് അറിയാത്തത് നമ്മൾ തെറ്റിച്ചാൽ വലിയ കുഴപ്പമില്ല. പക്ഷെ അവിടെയും ശരിയാക്കാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ടായിരിക്കും റാങ്ക്. പക്ഷെ എല്ലാവർക്കും അറിയുന്നത് പോയിട്ട് തെറ്റിച്ചാൽ പിന്നെയും ബാക്കോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ എല്ലാവർക്കും നമ്മൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് ചിലത് കൺഫ്യൂസിങ് ആയിട്ടും ഡിഫിക്കൽട്ടായിട്ടും അറിയാമായിരുന്നു പക്ഷെ മറന്നുപോയി അങ്ങനെ പലതും തോന്നും അല്ലേ. എല്ലാവരും ആകെ 2 പേര് ബാക്കി. ഒരു 3 തവണയെങ്കിലും നിങ്ങൾ ക്വസ്റ്റ്യൻസിലൂടെ കടന്നു പോകാൻ നോക്കണം.
റിയൽ എക്സാമിന്. ആദ്യത്തെ റൗണ്ടില് ഒന്ന് അറിയാവുന്നത് മാത്രം സെലക്ട് ചെയ്തിട്ട് പോവുക. രണ്ടാമത്തെ റൗണ്ടില് ഈ അസേർഷൻ റീസണിങ് ഒക്കെ കുഴപ്പിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അതൊന്ന് ഇരുന്ന് ചിന്തിക്കുക. എന്നിട്ട് ആൻസർ ചെയ്ത് പോവുക. മൂന്നാമത്തെ റൗണ്ടിൽ എല്ലാം ശരിയല്ലേന്നും പിന്നെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും നമ്മൾ ചിലത്. നമുക്ക് കൺഫ്യൂസിങ് ആയിട്ടുള്ളതിലേക്കൊക്കെ ഒന്ന് പോവുക. പിന്നെ ചിലത് നമുക്ക് കാണുന്നതിനെ നമുക്ക് തീരെ അറിയില്ല എന്ന് തോന്നുന്നതും വേണമെങ്കിൽ ഇത്രയും മാർക്ക് എനിക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പം ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ ഒരു ഒരു സംഭവം ഞാൻ ഇപ്പം എന്താ പറയുക കറക്കി കുത്തിയ വലിയ കുഴപ്പമില്ല എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ലാസ്റ്റ് റൗണ്ടിൽ അത് ആൻസർ ചെയ്യുക. ഫസ്റ്റ് റൗണ്ടിൽ എന്തായാലും നിങ്ങൾക്ക് അറിയാവുന്നത്, ഫസ്റ്റ് റൗണ്ടിൽ കൺഫ്യൂസിങ് അല്ലാത്ത നിങ്ങൾക്ക് നല്ലോണം അറിയാവുന്നത് നല്ല പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്ത് പോവുക. സ്പീഡ് എന്തായാലും വേണം. 3 തവണയെങ്കിലും ക്വസ്റ്റ്യൻസിലൂടെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രസമായിരിക്കും. എക്സാം എന്തായാലും ഓപ്ഷൻസ് അല്ലേ, ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ പോവാൻ നല്ല രസമാണ്. പക്ഷേ ഗെയിം കളിക്കുന്ന പോലെ അങ്ങ് പോകരുത്, കുറച്ച് സീരിയസ് ആവണം. അപ്പം എല്ലാവരും നല്ലോണം എക്സാം ഒക്കെ എഴുതുക. പേടിയുണ്ടോ നിങ്ങൾക്ക്? ടെൻഷൻ ഇല്ല? പിന്നെ ഒരു ചെറിയ എന്താ പറയുക, ചെറിയൊരു കാര്യം കൂടെ പറയാണ്ട്. നിങ്ങൾ കോപ്പി അടിക്കരുത്. കാരണം എന്തായാലും യൂണിവേഴ്സിറ്റി എക്സാമിന് കുറേ പേര് കോപ്പി അടിക്കും. അതൊക്കെ എങ്ങോട്ട് തിരിഞ്ഞാലും കോപ്പി അടിയെ നിങ്ങൾക്ക് കാണാൻ പറ്റൂ. പക്ഷേ എൻട്രൻസിനൊന്നും, എൻട്രൻസ് പോലുള്ളൊരു എക്സാമിന് നിങ്ങൾ കോപ്പി അടിക്കുക എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ് സത്യം പറഞ്ഞാൽ. കാരണം ഒരാൾ കോളേജിൽ അഡ്മിഷൻ കിട്ടുന്ന കിട്ടുമോ ഇല്ലേ എന്നറിയുന്ന അങ്ങനെ ഒരു എൻട്രൻസ് അല്ലേ, അതിലൊക്കെ കോപ്പി അടിക്കുക എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ്. കോപ്പി അടിക്കുന്ന കണ്ടിട്ടുണ്ട്, റിപ്പോർട്ട് ചെയ്യാത്തതിൽ വിഷമമുണ്ട്. റിപ്പോർട്ട് ചെയ്തതിനിപ്പോൾ പ്രശ്നമാവുമല്ലോ, എന്തിനാ വെറുതെ. പക്ഷെ അവർക്ക് സ്വയം തോന്നണ്ടേ ചെയ്യാതിരിക്കാൻ? പേടിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ നല്ല എക്സ്പേർട്സ് ആയതുകൊണ്ട് എന്നെയൊന്നും പിടിക്കില്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കും. എന്തൊക്കെയാണെങ്കിലും എൻട്രൻസിന് നിങ്ങൾ കോപ്പി അടിക്കാതെ നോക്കുക. നമ്മുടെ എഫേർട്ടിൽ വിശ്വസിക്കുക. നിങ്ങൾ നല്ലോണം പഠിച്ചിട്ടുണ്ടെങ്കിൽ, ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് നല്ലോണം പഠിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടും. പേടിച്ചിരിക്കണ്ട, നല്ലോണം പഠിക്കുക, കോപ്പി അടിക്കരുത്. അത്രയേ ഉള്ളൂ. ഗുഡ് നൈറ്റ്.